കാർന്ന് എന്റെ ഈ വിഷയം പഠിച്ചു കളയാം. നമ്പർ തന്നോ ഞാൻ പഠിച്ചു കളയും. ജയിക്കൂല. അടുത്താണ് ഇപ്പൊ ഇലക്ഷൻ എങ്കിലും പിണറായി വിജയൻ ജയിക്കാൻ സാധ്യത ഒരിക്കലും ഇല്ല, നടക്കൂല. സത്യം മസ്റ്റാണ്. പിണറായി വിജയൻ ജയിക്കൂലെന്ന് മസ്റ്റാണ്. അത് ഫോൺ നമ്പർ തരാം, എന്റെ ഈ വിഷയം പഠിച്ച് കാണിച്ചു തരാം. ജയിക്കൂല. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തെന്ന് വെച്ചാൽ 2-10 റോഡിലും വെച്ചാൽ ഈ കിറ്റൊക്കെ കൊടുത്ത ആൾക്കാർക്ക് പാവപ്പെട്ട ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഈ വിശപ്പിൻ്റെ ഇത് കൊണ്ടിട്ട് അവർ അങ്ങനെ ചെയ്ത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് അന്ന് അത്രയ്ക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആൾക്കാർക്ക് ബോധമുണ്ട്. കാരണം എല്ലാം മനസ്സിലായി. അല്ലെങ്കിൽ കിറ്റ് കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ഇന്ന് വരെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ല സാധനത്തിന് അതിന് വില കൂട്ടിയിട്ടുണ്ട്, വില കുറച്ചിട്ടുണ്ട്. പെൻഷൻ മാത്രം കൂട്ടി, ശരി, സമ്മതിച്ച്. വേറെ എന്ത് സാധനത്തിനും വില കുറച്ചേക്കണം. ഒന്നിനും വില കുറച്ചിട്ടില്ല. എല്ലാം വില കയറിക്കൊണ്ടിരിക്കണല്ലോ ഇങ്ങനെ. അതുപോലെ ഈ ചിക്കൻ, അതും ഇതേപോലെ തന്നെ വില നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അത് പിണറായി ഒന്ന് നിയന്ത്രിക്കട്ടെ. ഒരു നിയന്ത്രണമില്ല, ഒരു ഇതുമില്ല. നിങ്ങൾ പണിയെടുത്താലും ഞാൻ പണിയെടുത്താലും ജീവിക്കാം. നിങ്ങൾ പണിയെടുത്താലും ഞാൻ പണിയെടുത്താലും ജീവിക്കാം എന്ന് പറയുന്ന ആ ഒരു വർത്തമാനത്തെയാണ് സംഘി രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ സുഡാപ്പി രാഷ്ട്രീയമെന്നൊക്കെ നമുക്ക് പറഞ്ഞു വയ്ക്കാം. ഒരു അരാഷ്ട്രീയ ബോധത്തിനാണ് അങ്ങനത്തെ ഒരു വർത്തമാനം കയറുന്നത്. സംഗതി അവിടെ കിടക്കട്ടെ. അയാളുടെ രാഷ്ട്രീയമില്ലായ്മ മറ്റൊക്കെ ചർച്ച ചെയ്ത് മുമ്പായിട്ട് സുഹൃത്തുക്കളെ, ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവാണ്. ഇനി ഒരു 6 ദിവസം കൂടിയുള്ളൂ. 6 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഇനിയും ആര് ഭരിക്കണം? പിണറായി വിജയൻ തന്നെ തുടരണോ, അതോ വി.ഡി. സതീശൻ ടീമിനെ നമ്മുടെ കേരളത്തിനെ അവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കണോ എന്ന് പറയുന്ന ചർച്ചകൾക്ക് ഒരു വിരാമമാവും. ആ ഒരു വിരാമം 1.5 വിരാമാവും കേട്ടോ. UDF-കാരും ഇപ്പോ LDF-കാരും അപാരമായ സന്തോഷത്തിലാണ്. പിണറായി വിജയൻ 5-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 4-ാം തീയതിയാണല്ലോ. 5-ാം തീയതി അവിടെ ഒരു പന്തൽ കിട്ടാനൊക്കെ നിർദ്ദേശം കൊടുത്തു എന്നൊരു വാർത്തയുണ്ട്. ഞാൻ ഇന്നലെ അതിനെപ്പറ്റി ചെയ്തായിരുന്നു. ആ വാർത്ത എന്താണെന്നറിയോ? പന്തൽ കിട്ടിയിട്ട് മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള പരിപാടിക്കാ. ഒപ്പം ജനങ്ങളോട് നന്ദി പറയണ്ടേ? അതിൻ്റെ ഒരു പരിപാടിക്ക് പന്തൽ ഇപ്പൊ തന്നെ കെട്ടിക്കോളൂ എന്ന് പറയുന്നൊരു നിർദ്ദേശം കൂടി പിണറായി വിജയൻ കൊടുത്തു എന്ന് കേൾക്കുന്നത്. പക്ഷേ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല കേട്ടോ. 100 കിട്ടുമെന്ന് വിചാരിക്കുന്നത്, പിന്നെ 80 ഇപ്പൊ ഒരു 75 എത്തി നിൽക്കുന്നുണ്ട്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങി, തൂക്കി, ആരെങ്കിലൊക്കെ തൂക്കും. മിക്കവാറും ഇവിടെ BJP കൂടി ജയിക്കുകയാണെങ്കിൽ പിന്നെ പിണറായി പക്ഷം എന്ന് പറയുന്ന LDF അവര് പിൻവലിക്കും. അവർ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അധികാരത്തിൽ വരിക കോൺഗ്രസും BJPയും ഒരുമിച്ചായിരിക്കും. വരുമോ? സംശയമില്ല, വരും. കോൺഗ്രസിന് അങ്ങനെ നാണമാനമൊന്നുമില്ല. ആരോടൊപ്പവും കൂടും. പണ്ട് വി.ഡി. സതീശൻ ചേട്ടൻ ഏതോ ഒരു BJP നേതാവിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് വിളക്ക് കത്തിക്കുന്ന ചിത്രമൊക്കെ വൈറലായതാ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ ചെറുതായിട്ടൊക്കെ കുനിയാനും വലിയ മടിയൊന്നും ഉണ്ടാവില്ല. സംഗീതോടെ കിടക്കട്ടെ. ഇപ്പൊ ഈ ചേട്ടൻ പറയുന്നത് പിണറായി വിജയൻ ജയിച്ചു കഴിഞ്ഞാൽ തന്റെ മീശയുടെ പകുതി പോകും. പിണറായി വിജയൻ ജയിച്ചു കഴിഞ്ഞാൽ തന്റെ മീശയുടെ പകുതി പോകും. എൻ്റെ അല്ല, ഈ ചേട്ടന്റെ. ഈ ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ ഇതേപോലുള്ള വാഗ്ദാനങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്ന വേറെ ആളുകളുണ്ട്. ഇതേപോലെ ആളുകള് കേരളത്തിൽ ഇനിയുണ്ടെന്നേ. നമുക്ക് വേറൊരാളെ കൂടി നമുക്ക് എടുക്കാം. അദ്ദേഹം ഭയങ്കര രസമാണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു അപാരമായിട്ടുള്ള പിണറായി ഭക്തനാണ്. അയാൾ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. കേട്ടോക്കണം. സപ്പോസ് വി.ഡി. സതീശൻ ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒരു ദിവസം മീശ പഠിച്ചു ഒരു മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ വി.ഡി. സതീശൻ മീശ പഠിക്കും. മുഖ്യമന്ത്രി പകുതി മീശ പഠിക്കും ഞാൻ. അത്രക്ക് ഉറപ്പാണ്? അത്രക്ക് ഉറപ്പാണ്. താങ്കൾ തന്നെ ഞാൻ കാണിച്ച ഒരു പകുതി മീശ പഠിച്ചുകൊണ്ട് ഭരിക്കൂല. വാക്കാണ്. പകുതി മീശ പഠിച്ച് താങ്കളുടെ മുമ്പിൽ വരുന്നത്. ഇതാണ് വി.ഡി. സതീശനെ എതിർക്കുന്ന ഒരു ചേട്ടന്റെ വർത്തമാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി ഭക്തനായ, അങ്ങനെ പറയണ്ട, LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓട്ടോ ചേട്ടന്റെ വർത്തമാനമാണ്. വി.ഡി. സതീശൻ വരില്ല, വന്നാൽ എന്റെ പകുതി മീശൻ ഞാൻ പഠിച്ചു കളയും. കുറച്ചു നേരത്തെ പറഞ്ഞത് പിണറായി വിജയൻ ചേട്ടൻ വരില്ല, മൂപ്പരങ്ങ വന്നു കഴിഞ്ഞാൽ എന്റെ മീശയുടെ പകുതി ഞാൻ പഠിച്ചു കളയും. അങ്ങനെ മീശയുടെ പകുതി പഠിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത 2 ചേട്ടന്മാര് ഇപ്പൊ നമ്മുടെ കേരളത്തിലുണ്ട്. ഇങ്ങനെ കുറെ 2, 4, 8, 10 ചേട്ടന്മാരൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല വിധത്തിലുള്ള വാഗ്ദാനങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നും പറയാൻ കഴിയില്ല. എന്നൊക്കെയാലും ആര് ജയിക്കുമെന്നുള്ളത് അറിയാം. പക്ഷേ അങ്ങനെ പറയുന്നതൊക്കെ നല്ലത്. ഈ ചേട്ടന്മാരുടെ ആരുടെ മീശയായിരിക്കും പോവുക? മീശ പോണെങ്കിൽ എന്ത് വേണം? പിണറായി വിജയൻ ജയിക്കണം. അപ്പൊ പിന്നെ ആ ചേട്ടന്റെ മീശ പോവും, ആദ്യം കാണിച്ച ചേട്ടന്റെ. ഇനി എങ്ങാണ്ടും വി.ഡി. സതീശൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ ചേട്ടന്റെയും പാതി മീശ പോവും. നല്ല ചേട്ടനാ, അത്യാവശ്യം നല്ല മീശയാ, പക്ഷേ ആ മീശ പോവും.
ഏത് ചേട്ടൻ്റെ മീശയാവും പോവാ? കമൻ്റ് ചെയ്യാവോ?